മക്കൾ മരണപ്പെടുന്ന അവസ്ഥ, അതും ഉമ്മമാർ ജീവിച്ചിരിക്കെ, എന്തൊരു വലിയ പരീക്ഷണമാണല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ആരുടെയെങ്കിലും ജീവിതകാലത്ത് തന്നെ സന്താനങ്ങളിൽ 3 പേർ മരണപ്പെടുകയും നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്താൽ നരകപ്രവേശം അള്ളാഹു നിങ്ങൾക്ക് വിലക്കുന്നതാണ്. ഉടൻ തന്നെ ഒരു സ്ത്രീ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ 2 മക്കളാണെങ്കിലോ? നബി തങ്ങൾ പ്രതിവചിച്ചു, 2 മക്കളാണെങ്കിലും ഈ ദുനിയാവ് നഷ്ടങ്ങളുടേതും പ്രയാസങ്ങളുടേതുമാണ് എന്നതാണ്. പ്രിയപ്പെട്ട ഒരാളെയെങ്കിലും ഖബറിലേക്ക് ഇറക്കി വെക്കാത്ത, അത്തരമൊരു കാഴ്ചയ്ക്ക് സാക്ഷിയാകേണ്ടി വരാത്ത ആരാണ് നമുക്കിടയിൽ ഉണ്ടാവുക? അവസാനം നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവർ യാത്ര പറഞ്ഞ് ഖബറിലേക്ക് ഇറക്കി വെക്കും. അള്ളാഹുവിന്റെ തീരുമാനത്തിൽ അനിഷ്ടം കാണിക്കുന്നത് നിഷ്ഫലമാണല്ലോ. അത് ദുഃഖം വർദ്ധിപ്പിക്കാനും ക്ഷമയുടെ പ്രതിഫലം കുറയ്ക്കാനും മാത്രമാണ് സഹായിക്കുക. പക്ഷേ അള്ളാഹുവിന്റെ വിധിയിൽ സഹനം അവലംബിച്ചവർക്ക് ക്ഷമയുടെ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട എല്ലാവർക്കും അത് ലഭിക്കും. മകനെ നഷ്ടമായ മാതാവിനും, മകളെ നഷ്ടമായ പിതാവിനും, മാതാപിതാക്കളെ നഷ്ടമായ മക്കൾക്കും എല്ലാം. അതുകൊണ്ട് ക്ഷമ കൈക്കൊള്ളുക. അള്ളാഹു പകരം തരാതിരിക്കുകയില്ല, തീർച്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം ഓർത്തു നോക്കൂ. അതിലും വലിയ നഷ്ടം എന്താണ് ഇനി ഒരു വിശ്വാസിക്ക് വരാനുള്ളത്?